കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും അധികം സ്ത്രീജനങ്ങൾ ആശ്രയിക്കാൻ പോകുന്ന ജില്ല മലപ്പുറം ജില്ലയിലും ആവേശകരമായിട്ടുള്ള ഉദ്ഘാടനം തന്നെയായിരുന്നു പ്രിയദർശിനിയുടെ ആദ്യത്തെ KSRTC സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടന്നത്. നിരവധി സ്ത്രീജനങ്ങൾ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തു. റവന്യൂ മന്ത്രി AP അനിൽകുമാർ ആയിരുന്നു ആദ്യത്തെ സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യത്തെ സർവീസ് പോകുന്ന ബസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ബസ് നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീ യാത്രക്കാർ ഈ ബസ്സിലുണ്ട്. ഇത് എങ്ങോട്ടുള്ള ബസ്സാ? പാലക്കാട് തോന്നുന്നുണ്ട്. സംബന്ധിച്ചേ വലിയ ഒരു സാഹചര്യമായിരിക്കും അല്ലെ? സൗജന്യ സാഹചര്യം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹം തന്നെ. അതേ പ്രത്യേകിച്ച് ജോലിക്കാർക്ക് അതേപോലെ എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ നല്ലൊരു ആശ്വാസമാണ്. നമ്മൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ഞങ്ങൾ സ്ത്രീ സംബന്ധിച്ച്. പെരിന്തൽമണ്ണക്കുള്ള തന്നെയാണോ അതോ ഈ സന്തോഷത്തിൽ കയറിയാണോ? അല്ല, ഞങ്ങൾ അങ്ങാടിപ്പുറം ഇറങ്ങും. അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. നല്ലൊരു പദ്ധതിയാണ് ഇത്. ഞങ്ങള് സ്ത്രീകള് അത്രയും നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം വന്നപ്പോൾ സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യം കിട്ടി. പക്ഷേ പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യം കിട്ടുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് എല്ലാവരും പിന്നോക്കാണ്. ഇപ്പോൾ ബസ് ചാർജ് എല്ലാ കാര്യങ്ങൾക്കും നിരന്തരം ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഡെയിലി ജോലിക്ക് നമുക്കറിയാം 12,000, 8,000 രൂപ, 5,000 രൂപയ്ക്ക് വരെ വേതനം വാങ്ങുന്ന ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്. സ്ത്രീകളായതുകൊണ്ട് തന്നെ അത്രേ വരുമാനം കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയ ഒരു ഉപകാരമായിട്ട് സ്ത്രീകൾക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇന്നത്തെ ഒരു ദിവസത്തിന് കാത്തിരുന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ട്. അതായത് നിരന്തരം വിളിക്കുന്നു. ഇത് സത്യമാണോ? ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് കുറേ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്, അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല. എങ്കിലും ഇത് സത്യമാണ് എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് ഇന്നലെ വരെ, അതായത് ഇന്നലെ 4 മണി വരെ ഇതിനൊരു ധൈര്യം ഉണ്ടായിട്ടില്ല സ്ത്രീകൾക്ക്. ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു, പക്ഷെ മറ്റുള്ളവർ പറഞ്ഞ് സമ്മതിക്കുന്നില്ല. അപ്പൊ അത് സത്യമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ മുതിർന്ന നേതാക്കന്മാർക്ക് പറ്റി. ഇത് ഒരു തുടർ പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ സ്ത്രീകളുടെ ഒരു നട്ടെല്ലായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത്തരത്തിലുള്ള വലിയ സന്തോഷ പ്രകടനങ്ങളാണ്. ഇത് നല്ലൊരു പദ്ധതിയാണല്ലേ? നല്ലൊരു പരിപാടി, നല്ല പദ്ധതിയാണ്. ചില പഞ്ചായത്തുകളിലൊക്കെ മുൻപുണ്ടായിരുന്നെങ്കിലും ഈ ജില്ലാ തലത്തിൽ നിന്നൊക്കെ ഓർഡിനറി സർവീസുകൾ സൗജന്യമാക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ല ഗുണം ചെയ്യും. നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. സാധാരണക്കാരായ സ്ത്രീകള് ഒരുപാട് കഷ്ടപ്പെട്ട് അവര് ജോലിക്ക് പോവുകയാണ്. അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്ന് ഒരു ഭാഗം യാത്രാ ചെലവ് പോകുന്നുണ്ട്. അവർക്കത് സമ്പാദിക്കാമല്ലോ. അവരുടെ ജീവിതമാർഗം നല്ലൊരു ഗുണകരമാവട്ടെ എന്നുള്ളതിൽ സർക്കാർ പ്രഖ്യാപിച്ച ഈ ഒരു പദ്ധതി നല്ലൊരു പദ്ധതി. തീർച്ചയായും നല്ലൊരു പദ്ധതിയാണ് UDF സർക്കാർ കൊണ്ടുവന്നത്. പോവാനെന്ന് പറഞ്ഞാൽ ഞാൻ KSRTC അധികം ചൂസ് ചെയ്യാത്ത ആളാണ്. കാറിൽ അങ്ങനെ യാത്ര. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഫ്രീ സൗജന്യ യാത്ര ആയതുകൊണ്ട് ഇനി ഇങ്ങനെ യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലൂടെ സൗജന്യ യാത്ര ഡിപ്പെൻഡ് ചെയ്തിട്ട് പോയി നോക്കണം. ഡിപ്പെൻഡ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കോഴിക്കോട് KSRTC മലപ്പുറത്ത് കോഴിക്കോട് പോകാനൊന്നും പൈസ കൊടുക്കണ്ടല്ലോ. സർക്കാരിനോട് നന്ദി പറയണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നന്ദി പറയാതെ ഏറ്റവും കൂടുതൽ നന്ദി തന്നെയാണ്. സന്തോഷം. ഞാൻ പെരുന്തൽമണ്ണയ്ക്ക്. ഇങ്ങനെ ഒരു സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ഒരുക്കി കൊടുത്ത സർക്കാരിനോട് എന്താ പറയുക? ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. പിന്നെ ഒരിക്കലും കാരണം യാത്ര ചെയ്യണ, അതായത് കുറഞ്ഞ ചെലവില് കുറഞ്ഞ വരുമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ജോലിക്ക് പോണ ആൾക്കാർ, അവർക്ക് ഇത് വലിയൊരു അനുഗ്രഹമായിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം വീട്ടിൽ ബസ്സിന് കൊടുക്കുന്ന ബസ് ഫെയർ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി അധികം തന്നെയാണ്. അപ്പോൾ ഇത് അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ അത് അവരുടെ കുടുംബത്തിന് നല്ലൊരു സേവിങ്സ് ആയിരിക്കും. അവരുടെ മറ്റു ചെലവുകൾക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഈ ടിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷവും പറയാ. കിട്ടി. സന്തോഷമായി. അല്ല, നല്ല സൗകര്യമാണിത്. കുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും ജോലിക്ക് പോകുന്ന നന്ദിയുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇലക്ഷന് പ്രഖ്യാപിച്ച എല്ലാം റാത്തായിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് VD സതീശൻ സാറിന്. അതുപോലെ ഉള്ളേരിക്ക് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു KSRTC വേണം. നമ്മൾ മാറാക്കറിന്റെ ജനപ്രതിനിധികളാണ്. സന്തോഷമുണ്ട്.
അഭിമാനകരമായ ഈ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ജോലി ചെയ്യുന്ന ഏത് സ്ത്രീക്കും ഒരു മാസം 1000 1500 രൂപ സമ്പാദിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെയധികം നല്ലൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്ന UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ. അതാണ് പിന്നെ അഭിവാദ്യം പറയാനുണ്ട്. കാരണം തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത് ഏറ്റവും വലിയൊരു ഗുണമാണ്. UDF സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥയാണോ? ഞാൻ താൽക്കാലിക ജീവനക്കാരിയാണ്. അപ്പോൾ ഞാൻ ഒരു 3500 രൂപയോളം വണ്ടിക്കൂലി വരുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ 500 രൂപ ഒരു മാസം വണ്ടിക്കൂലി വരാറുണ്ടായിരുന്നു. പക്ഷേ ആ മേഖലയ്ക്ക് ഇല്ലെങ്കിൽ പോലും ഉള്ള മേഖലയ്ക്ക് ഞങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ എന്നെ പോലെ ഒരുപാട് സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നതോ അതാണ് മുഖ്യമന്ത്രി ആദ്യം ലക്ഷ്യം പറഞ്ഞത്. വലിയ ജോലിക്കാർ ഉദ്ദേശിച്ചല്ല, പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു ദിവസം 60 രൂപയെങ്കിലും പിന്നെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും വലിയ പിന്നെ അനുഗ്രഹമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇത് നടപ്പാക്കിയ UDF സർക്കാരിന് 1 കോടി നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും അവരുടെ സന്തോഷം പങ്കുവയ്ക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോലിക്കൊക്കെ തന്നെ പോകുന്നത്. നേരത്തെ ആ ചേച്ചി പറഞ്ഞതുപോലെ മാസം 3000-4000 രൂപ വണ്ടിക്കൂലി ആ കാറ്റഗറിയിൽ തന്നെ ചെലവാകും. സ്വാഭാവികമായിട്ടും KSRTC സർവീസുകൾ അത് സ്ത്രീകൾക്ക് വേണ്ടി ഓർഡിനറി സർവീസുകൾ പ്രത്യേകം മാറ്റിവെച്ച് സൗജന്യമാക്കുമ്പോൾ ആ തുക സേവ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിന്റെ ഗുണഫലം. അതിൽ സർക്കാരിനോട് വലിയ കടപ്പാടുണ്ട്, നന്ദിയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്. ചേച്ചി എവിടുന്ന? ഞാൻ മറാക്കര കടാമ്പുഴ. അഭിവാദ്യങ്ങൾ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു 8000 രൂപയൊക്കെ ശമ്പളമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ബസ് ചാർജ് ഇല്ലാതെ പോകാൻ പറ്റുകയാണ്. സ്ത്രീകൾക്ക് അത് കുടുംബത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തുകയായിട്ട് കാണുന്നു. ഭയങ്കര അഭിമാനം തോന്നുന്നു. ഈ സർക്കാരിന്റെ ഒരു ഭാഗമായെന്ന് ഞാൻ അഭിമാനിക്കുന്നു. സർക്കാരാണെന്ന് തെളിയിക്കണ്ടല്ലോ ഈ പദ്ധതി. അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതാണ്, അതായത് ഓരോ ഭാഗത്ത് ഇതിപ്പോ മലപ്പുറം കൂട്ടിലങ്ങാടിയാണ്. ഓരോ ഇടങ്ങളിൽ എത്തിച്ചേരുമ്പോഴും നിങ്ങൾ ഇറങ്ങാണ്. കൂട്ടിലങ്ങാടി എത്തിച്ചേരുമ്പോഴും വിവിധ കൂട്ടിലങ്ങാടി എത്തിയപ്പോഴും ഇറങ്ങാൻ തോന്നുന്നില്ല. യാത്ര വളരെ അധികം ഉഷാറായിരുന്നു. കൂട്ടിലങ്ങാടിയിൽ നിന്ന് പോവാനാ തോന്നുന്നത്. കൂട്ടിലങ്ങാടിയിൽ നിന്ന് പോവാന്ന്. അതാണ്, കൂട്ടിലങ്ങാടിയിലെ പ്രദേശവാസിയാണ് നമ്മളോട് സംസാരിച്ചത്. അവരുടെ സന്തോഷം. ചേച്ചി എവിടുന്നാ? ഞാൻ കാടാമ്പുഴന്ന്. ഈ പദ്ധതി ഞങ്ങൾക്കിപ്പോൾ ഇത് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്കേറെ സന്തോഷം. കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് ചെലവുള്ള കാലഘട്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ UDF, അതായത് UDF സർക്കാർ വന്ന ആദ്യത്തെ ഗ്യാരണ്ടി അംഗീകരിച്ചതും അത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പ്രാബല്യത്തിൽ വന്നതിലും എല്ലാവരും വളരെയേറെ സന്തോഷമാണ്. ഇന്നത്തെ സാഹചര്യം വളരെയേറെ ചെലവ് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഈ യാത്ര വളരെ ദുരിതം ഉള്ള ആളുകളായിരുന്നു സ്ത്രീകള്. കാരണം കുടുംബ ചെലവും അതുപോലെ തന്നെ കുട്ടികളുടെ പഠനം, അതിൻ്റെ ഇടയ്ക്ക് യാത്രാ ചെലവും കൂടിയായിട്ട് വളരെയേറെ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് നടപ്പിലാക്കി തന്ന UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ. 1000 സർക്കാരിനോട് വളരെയധികം നന്ദിയാണ്. ഇതുപോലെയുള്ള ഒരു ഗ്യാരണ്ടികൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടപ്പിലാക്കിയ ഒരു സർക്കാർ, ഈ കേരളത്തിലെ സ്ത്രീകളെ ചേർത്ത് പിടിച്ച സർക്കാർ, ഒരുപാട് അഭിവാദ്യങ്ങൾ. അഭിമാനം തോന്നുകയാണ് സ്ത്രീ എന്ന നിലയിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ സൗജന്യമായിട്ടൊരു ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. അതൊരു അഭിമാന നിമിഷമായിട്ട്. അതാണ്, ഓരോ ഇടങ്ങളിൽ നിന്നും സ്ത്രീകൾ കയറുന്നുണ്ട്. കാരണം സർക്കാരിനോട് പറയാനെന്താന്ന് വെച്ചാൽ നമ്മൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ല, ശരിക്കും അത് നടപ്പിലാക്കുക തന്നെയാണ് ചെയ്തത്. അവർ ഭരണത്തിൽ കയറിയ തൊട്ടടുത്ത ദിവസം തന്നെ സ്ത്രീകൾക്കുള്ള ഈ ഒരു വാഗ്ദാനമാണ്, ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടിയിൽ പെട്ട ഈ ഒരു വാഗ്ദാനമാണ് അവർ നടപ്പിലാക്കിയത്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടെയാണിത്. ഒരുപാട് ജോലി സംബന്ധമായുള്ള സ്ത്രീകളുണ്ട്. അവരുടെ വേതനത്തിൽ നിന്നും ഒരു തുക അവർ ശരിക്കും ഒരു ബസ് ഫെയർ ആയിട്ട് മുടക്കുമ്പോൾ ഇത് ഒരു വലിയൊരു സന്തോഷം തന്നെയായിരിക്കും അവർക്ക്. അതാണ്, കൂട്ടിലങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ആക്കേ, നമ്മളൊന്ന് ഇറങ്ങിക്കോട്ടെ. ഇവിടെ നിരവധി യാത്രക്കാർ ഇറങ്ങിയിട്ടുണ്ട്. സ്ത്രീ യാത്രക്കാർ ഇവിടുന്ന് കയറുന്നതും കാണാൻ സാധിക്കും. കൂട്ടിലങ്ങാടിയിലേക്ക് ടിക്കറ്റ് എടുത്തവരാണ് ഇവരൊക്കെ. സന്തോഷമുണ്ടല്ലേ ചേച്ചി? ഭയങ്കര സന്തോഷം. കൂട്ടിലങ്ങാടി വരെ 0 ടിക്കറ്റ്. ഇതിപ്പോ 0 തമിഴ്നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ സാധാരണ 0. അല്ല, ആദ്യമായിട്ടാണ്. അതേപോലെ ആദ്യത്തെ ടിക്കറ്റ്. ഭയങ്കര സന്തോഷം. വളരെയധികം സന്തോഷമുണ്ട്. UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി. അതാണ്, UDF സർക്കാരിന് 1000 അഭിവാദ്യങ്ങള്. പക്ഷെ
KSRTC-ക്കാരെ ഈ 26-ല് ഉല്ലാസയാത്ര തുടങ്ങിയതോടുകൂടി ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടും ഉല്ലാസമായി തന്നെ അവര് ജോലിക്കൊക്കെ പോവാന് സ്ത്രീ യാത്ര സൗജന്യമാക്കി. ഇനി ഉല്ലാസ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനം സ്ത്രീകൾക്ക് ഒരു ദിവസം കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ വേതന. അതിൽ നിന്ന് 30, 40, 50 രൂപ അവർക്ക് ബസ് ചാർജ് ആയിട്ട് പോവാറുണ്ട് ഇതുവരെ. പക്ഷെ ആ പൈസ കൂടി അവരെ കുടുംബത്തിലേക്ക് ഒരു നല്ല വരുമാനമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു കൺസെഷൻ ഉള്ളത് കാരണം. അതിന്റെ സന്തോഷം കോൺഗ്രസിന്റെയും ലീഗിന്റെയൊക്കെ തന്നെ പ്രവർത്തകർ ഓരോയിടത്തും അത് പങ്കിടുകയാണ്, അത് ആഘോഷിക്കുകയാണ്, വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ഈ പദ്ധതി. അത് ഏത് തരത്തിൽ അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കും, അവരെ സംബന്ധിച്ച് ഏത് തരത്തിലാണ് അത് വലിയ അനുഗ്രഹമായി മാറുന്നത്, അതൊരു മാസത്തിൽ അവർക്ക് എങ്ങനെ വലിയ ഒരു തുക ലാഭമായിട്ട് മാറും അല്ലെങ്കിൽ നീക്കിവെക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഓരോ സ്ത്രീകളും നമ്മളോട് വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞു. സർക്കാരിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. മലപ്പുറത്തുനിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂപ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.